ഇവൻ നികൃഷ്ടമായ അവസ്ഥയിൽ നിന്ന് തന്നെ തന്നെ ശുദ്ധീകരിക്കുന്നെങ്കിൽ അവൻ ശ്രേഷ്ഠമായ ഉപയോഗത്തിന് പറ്റിയതും ഗൃഹനായകന് പ്രയോജനകരവും ഏതൊരു നല്ല കാര്യത്തിനും ഉപയോഗ്യപ്രദവുമായ വിശുദ്ധപാത്രമായിരിക്കും. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, അവസാനമായി അഞ്ചാമതായി അമ്മ ത്രേസ്യ പറയുന്ന ഒരു കാര്യമാണ് അഭിഷേകം നിന്നിലുണ്ടാകണമെങ്കിൽ. ഈ നാലാമത്തെ കാര്യത്തിന് ഒരു ഉദാഹരണം അച്ഛന് മനസ്സിലേക്ക് വരികയാണ്. 10ാം ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടിരുന്ന ഒരു കൊച്ചു വന്നിട്ട് പറഞ്ഞു, അച്ഛാ, എനിക്ക് ടീച്ചർ പറയുന്നതൊന്നും ശ്രദ്ധിക്കാൻ പറ്റുന്നില്ല. ഒന്നും ഏത് ക്ലാസ്സിലും. അച്ഛൻ ചോദിച്ചു, നിനക്ക് ഏതാണ് ബുദ്ധിമുട്ട്? അങ്ങനെയൊന്നും ഇല്ല അച്ഛോ, എല്ലാം ബുദ്ധിമുട്ടാണ്. ശ്രദ്ധിക്കാൻ പറ്റുന്നില്ല. ഒന്നും ബുദ്ധിമുട്ടൊന്നുമില്ല, ബുദ്ധിയൊക്കെ ഉണ്ട്, പക്ഷെ ശ്രദ്ധിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ അതിന് കഴിഞ്ഞ് കുറച്ചു നേരം കഴിഞ്ഞിട്ട് അവൻ പറഞ്ഞു, എനിക്ക് എൻ്റെ ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു പെൺകുട്ടിയുമായി ചെറിയൊരു അഫയർ, ഒരു ക്രഷുണ്ട്. എന്തുണ്ട്? മഞ്ചല്ല, ക്രഷ്. ഹല്ലേലൂയ. കിറ്റ്കാറ്റ് അല്ല മോനെ, ക്രഷ്. അപ്പോൾ അതുകൊണ്ട് ഇവൻ്റെ ഉള്ളിൽ ഓരോ ടീച്ചർ വരുമ്പോഴൊക്കെ ഇവൻ്റെ ഉള്ളിൽ ഇവൻ നോക്കുന്നത് ടീച്ചറെ അല്ല, അവൻ്റെ കണ്ണ് കോഴിക്കൂട്ടിലാണെന്ന് പറഞ്ഞ പോലെ. ഹല്ലേലൂയ. അച്ഛൻ ചെറിയ മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു ഉദാഹരണം പറഞ്ഞോളൂ. അവൻ്റെ ഹൃദയം ഈ പഠനത്തിന് പുറത്ത് വേറെ ചില കാര്യങ്ങളിൽ അറ്റാച്ച്ഡ് ആണ്. അതുകൊണ്ട് അവന് ശ്രദ്ധിക്കാൻ പറ്റുന്നില്ല. ഉദാഹരണം മനസ്സിലായല്ലോ? മടങ്ങി വരിക. നമുക്ക് ഈ അഭിഷേകത്തിൽ ശ്രദ്ധിക്കാൻ പറ്റുന്നില്ല. കാരണം നമ്മുടെ ശ്രദ്ധ ഈ ലോകത്തിലുള്ള പല കാര്യങ്ങളിലുമാണ്. അമ്മ ത്രേസ്യ അതാണ് ഉദ്ദേശിക്കുന്നത്. ഗെറ്റ് ഡിറ്റാച്ച്ഡ് ഫ്രം ദ വേൾഡ്. നമുക്ക് നമ്മുടെ ഉള്ളിൽ അഭിഷേകം ഉണർത്തണമെങ്കിൽ ഈ ലോകത്തിലുള്ള ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ നിന്ന്, അല്ലെങ്കിൽ അനാവശ്യമായ രീതിയിലുള്ള ഇൻവോൾവ്മെന്റുകളിൽ നിന്ന്